Please welcome to Comedy Masters. Hi Masters. Hello. ചേച്ചി പറ്റുചേട്ടാ. Hi teacher. Good bye. ദേവി ചേച്ചി എന്തോ? ദേവി ചേച്ചി പഴയ വലിയ ടീച്ചർ ആയിരുന്നല്ലോ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്നാന്നറിയോ? ഇന്നത്തെ ദിവസം എന്താ പ്രത്യേകത? ഇന്ന് ജൂലൈ 11 വേൾഡ് പോപ്പുലേഷൻ ഡേ ആണ്. ഓ, അത് പ്രത്യേകത എന്നല്ലല്ലോ പറയുന്നത്. അല്ല, ഇന്നത് ജൂലൈ 11 എന്നുള്ളത് വേൾഡ് പോപ്പുലേഷൻ ഡേ ആണെന്നുള്ളത് നമ്മൾ സാധാരണ പണ്ടെങ്ങാനും പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ അത് എപ്പോഴും ഓർത്തിരിക്കുന്ന കാര്യമൊന്നും ഇല്ലായിരുന്നു. ടീച്ചർ വീട്ടിലെ ടീച്ചർ തന്നമായി പിടിക്കുന്ന താങ്കളോട് എനിക്കൊരു കാര്യം ചോദിക്കാറുണ്ട്. എത്ര മക്കളുണ്ട് വീട്ടിൽ? ഞാൻ ആ കാര്യത്തിൽ പ്രൊഫസറാ. 3 മക്കളുണ്ട്. 3 മക്കളുണ്ട്. ഗുഡ് ജോബ്. അപ്പൊ ഇവിടെ ഏറ്റവും എന്താ പറയുന്നത്, കൂടുതൽ പോപ്പുലേഷൻ നൽകിയിരിക്കുന്നത് നമ്മുടെ പ്രചോദേട്ടനാണെങ്കിലും ലേറ്റസ്റ്റ് കോൺട്രിബ്യൂഷൻ നൽകിയിരിക്കുന്നത് നമ്മുടെ പക്രുചേട്ടനാണ്. അത് കഴിഞ്ഞ വരെ ഞാൻ പറഞ്ഞു, നമ്മുടെ കുഞ്ഞിക്ക ബേബി അല്ലെ, അവളെ ഉണ്ടായ സമയത്താന്ന് തോന്നുന്നു നമ്മള് ചൈനയെ കവച്ചു വെച്ചത്. അത് കോൺട്രിബ്യൂട്ട് ചെയ്തത് നമ്മുടെ പക്രുചേട്ടനാണ്. ഗിന്നസ് പക്രു അല്ലേ? അപ്പൊ എല്ലാ ഗിന്നസും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ചേട്ടൻ അവിടെ ഇരിക്കട്ടെ. അങ്ങനെയല്ല, ഞാനും അതിലൊക്കെ ഉണ്ടായിരിക്കും. നിങ്ങളത് പറഞ്ഞിട്ട് പോയാൽ മതി. എന്റെ എളിമ അതിന് അനുവദിക്കുന്നില്ല. അല്ല, പക്ഷെ നമ്മളൊക്കെ ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോഴേ ഈ വേൾഡ് പോപ്പുലേഷൻ ഡേ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ചിലയിടത്തേക്ക് ഈ പോപ്പുലേഷന്റെ കാര്യത്തിൽ കൺട്രോളിങ്ങും കാര്യങ്ങളും വരും. പോപ്പുലേഷൻ കൂടുക എന്നുള്ള സീനുണ്ട്. ചിലടത്ത് പോപ്പുലേഷൻ കുറവായതുകൊണ്ട് അവിടെ ആൾക്കാരെ കൂടുതൽ അക്കോമഡേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ എന്തൊക്കെ സംഭവങ്ങളാണ് ഈ വേൾഡിൽ ശരിക്കും പറഞ്ഞാൽ നടക്കുന്നത്. പക്ഷെ ഇന്ത്യനെ പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ വി ആർ റിയലി പ്രൗഡ് കുറേ കാര്യങ്ങളിൽ. ഇല്ല, ശരിക്കും എനിക്ക് തോന്നുന്നു ഇത്രയും ചെറിയൊരു സ്ഥലത്ത് ഇത്രയും ആളുകളെ ഇത്രയും ഡൈവേഴ്സിറ്റി അക്കോമഡേറ്റ് ചെയ്യുന്ന വേറെ രാജ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ 141 കോടി 141.72 144 എന്ത് അത് അതിലേക്ക് ഓരോന്നാ 1 2 3 4 ഒക്കെ ഇവിടെ തന്നെ ഇരിപ്പുണ്ടെന്നുള്ള 200 ആക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഏതാണോ ഈ ഞങ്ങള് ഇന്ത്യക്കാര് ഇനി ഇങ്ങനെ നടന്നോളൂ. നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യൂ ഇതിലേക്ക്. ഞങ്ങളുടെ ഈ ഒരു സംരംഭം വിജയിപ്പിക്കൂ. വണ്ടിയും കൊണ്ട് പൊല്യൂഷൻ നടക്കാതെ അല്ലേ? താങ്കളോട് കൂടിയാണ്. വെറും പൊല്യൂഷൻ ആയിട്ട് നടക്കാതെ ഇത്തിരി പോപ്പുലേഷൻ ഉണ്ടാക്കി കൊടുക്കാനുള്ള എന്തെങ്കിലും. ഓക്കെ സാർ, ഐ അഡ്മിറ്റ് ഇറ്റ്. സീനിയേഴ്സ് പറയുന്നത് കേൾക്കണം എന്നാണത്. ഈ ടോപ്പിക് ഇവിടെ വെച്ച് നിർത്തുന്നതായിരിക്കും. നിങ്ങൾക്കല്ല, എനിക്ക്. മനസ്സിലായോ? അവിടെ പോരെ. ഒരു കാര്യം ചെയ്യാവേ, നമ്മുടെ വേൾഡ് പോപ്പുലേഷൻ ഡേ ആയിട്ട് എപ്പിസോഡ് തുടങ്ങുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഗസ്റ്റുകൾ വന്നിട്ടുണ്ട്. അതാരാന്നുള്ളത് ഞാൻ പറയാം. അവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം മിസ്റ്റർ ജനകൻ ആൻഡ് മിസസ് ജനനി. സ്കൂള് വിട്ടോ? ഹലോ മാം, വെൽക്കം. വെൽക്കം സർ, വെൽക്കം. പ്ലീസ് ജോയിൻ. ഹലോ, ഹായ്. എല്ലാവർക്കും ഹലോ ഹലോ. ഏത് സ്കൂളിൽ നിന്നാ എല്ലാരും? അയ്യോ, സ്കൂളിൽ നിന്നല്ലേ? ഷൂട്ട് കാണുന്നല്ലേ? അയ്യോ അല്ല, പിന്നെ ഇത് ഒരച്ഛന്റെ അമ്മയുടെ മക്കളാ. അച്ഛന്റെ അമ്മയുടെ മക്കളോ? ഏതാണ് അച്ഛനും അമ്മേ? അയ്യോ, അവരെ ഒന്ന് കാണണമല്ലോ. നിങ്ങളുടെ കുട്ടികളാണോ? എല്ലാം ഞങ്ങളുടെ കുട്ടികളാ. ഇതിപ്പോ 7 പേരുണ്ട്, ബാക്കി 4 പേര് വീട്ടിലുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് 12 വർഷമായി, 11 മക്കള്. ഒരു വർഷം ശ്രമിച്ചാൽ അല്ലേ ഒരു ഡസൻ തയ്ക്കാം. അല്ല, ഇതെന്താ ഇങ്ങനെ? ഇത് എന്താണ് ഇങ്ങനെ ഈ പിള്ളേർ? അത് ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ ചേട്ടാ, ദൈവം തരുന്നതല്ലേ. അപ്പൊ ഞങ്ങള് കൈ നീട്ടി വാങ്ങിച്ചു, അത്രേ ഉള്ളു. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് ഇത് നിയന്ത്രിക്കാൻ വേണ്ടിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ നോക്കി കിട്ടാ. ഇംഗ്ലീഷ് നോക്കി, ആയുർവേദം നോക്കി, ഹോമിയോ നോക്കി, യുനാനി നോക്കി. പക്ഷെ ഒന്നും ഇത്ര നോക്കിട്ട് ഒന്നും പറ്റില്ലേ? എന്തൊക്കെ നോക്കിട്ടെന്താ? ഇതൊക്കെ നോക്കിട്ട് വീട്ടിലോട്ട് വന്ന് ഇവിടെ മുഖത്തോട്ട് നോക്കും. ഒന്നുമില്ല കേട്ടോ, ഒന്നുമില്ല. അച്ഛനെ ഒരു കളി പറഞ്ഞു. ഞങ്ങൾ വേറൊരു പരിപാടി നോക്കിയായിരുന്നു. അപ്പൊ അതിനു വേണ്ടി നമ്മള് സിലോപ്പിയൻ ട്യൂബ് ക്ലിപ്പ് ഇട്ടു. പിന്നെ എങ്ങനെ സംഭവിക്കുന്നത്? അതിനകത്ത് ക്ലിപ്പ് ഇട്ടു, അതും കൂടിയായി പൊളിഞ്ഞു. ആ സംഭവം പൊളിഞ്ഞു പോയി. നന്നായി. ആ ട്യൂബിന്റെ പേര് പോലും അറിയത്തില്ല. നമ്മൾ MBBS ഒന്നും പഠിച്ചിട്ടില്ലല്ലോ. അങ്ങനെ ഇവിടെ പറയുന്ന കേട്ട, അങ്ങനെ ഞാൻ ആ ചെവിത്തടമ്പ് വെച്ച് പറഞ്ഞതാണ്. കളിച്ചല്ലേ.
മാർച്ച് മാർച്ച് ആദ്യമായിട്ട് കാണുമോ പിള്ളേർ? മാർച്ച് ഒരു മോന്റെ പേരെന്താ? മാർച്ച്. മാർച്ചോ? ആ മാർച്ചിലാണ് ഇവന്റെ ജനനം. ഓ അത് ശരി. അപ്പൊ ബാക്കിയുള്ള കുട്ടികളുടെ പിള്ളേരുടെ ജനുവരി ജനുവരി ഫെബ്രുവരി അങ്ങനെ മാസം. ഓ എല്ലാ മാസം അങ്ങനെ 11 മാസമായി. ഞങ്ങൾക്ക് പേരൊന്നും ഇടാറില്ല, ഓരോരോ മാസങ്ങളാ വിളിക്കാറ്. അപ്പൊ ഫെബ്രുവരിയിൽ ഉണ്ടായിരുന്നത് അവനെന്ന് കാണിച്ചേ. ഫെബ്രുവരി ഫെബ്രുവരി ഓടി ഓടി. ദേ, ദേ, ഇവളാ ഫെബ്രുവരി, ഇവള് ഫെബ്രുവരി. ഫെബ്രുവരി ആയിക്കോടാ. അതുകൊണ്ട് തെറ്റിപ്പോകത്തില്ല, കറക്റ്റ് ആയിട്ട് ഓടി വന്നോളൂ. അതിനൊരു പേരൊക്കെ ഇടാറുണ്ട്. ഫെബ്രുവരി ഇത് പേരേ ഉള്ളൂ, ഭയങ്കര കുരുന്നകരിയാണ്. അല്ല എന്നാലും അവർക്കൊരു ഐഡന്റിറ്റി ആണ്, ഒരു പേരൊക്കെ ഇടണ്ടേ ശരിക്കും. യുണീക് നെയിംസും പോയി കളിച്ച അല്ല ശരിക്കും ഇത് എന്താ സംഭവിച്ചത്? എന്താണ് എനിക്ക് ഇങ്ങനെയൊക്കെ? സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറേ സത്യം പറഞ്ഞ അറം പറ്റിയതാണ്. അറം പറ്റിയതാണ്, അല്ലാതെ ഇതിങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എന്താ അറം ഞങ്ങള് ഹണിമൂണിന് ഒരു സ്ഥലത്ത് പോയി. ആ സ്ഥലപ്പേര് കേട്ടാൽ നിങ്ങൾ തന്നെ പറയും ഇത് അറം പറ്റിയതാണെന്ന്. സ്ഥലപ്പേരെന്ന് പറഞ്ഞു? പെറു. ഞങ്ങള് അവിടുന്ന് തിരിച്ചു വന്നിട്ട് ഞങ്ങള് സീരിയസ് ആയിട്ട് പറയാം. അയ്യോ ശരി ശരി കേട്ടോ, സീരിയസ് ആയിട്ട് പറയുന്നത്. ഞങ്ങള് ഹണിമൂണിന് പെറുവിന് പോയി. പെറുവിൽ നിന്ന് തിരിച്ചിവിടെ വന്നപ്പോൾ ഇവള് ചറ പറ പെറുവാ. എനിക്ക് ഒരു റെസ്റ്റും കിട്ടിയിട്ടില്ല. പിന്നെ അല്ല പക്ഷെ ചെയ്യുമല്ലേ? അല്ല അല്ല അവരൊക്കെ അതെ, നിങ്ങൾക്കൊന്ന് മാറി നോക്കിക്കൂടായിരുന്നോ? ഞാനെന്തിനാ എന്റെ ഭാര്യ മാറി നിന്ന് നോക്കുന്നേ? അയ്യോ അങ്ങനെയല്ലേ ചേട്ടാ? അല്ലല്ല അത് നിൽക്കട്ടെ, ഞാൻ എന്തിനാണ് എന്റെ ഭാര്യ മാറി നിന്ന് അല്ല, നോക്കുന്നത്? അതെന്തിനാ അങ്ങനെ അപ്പൊ പറയുന്നത്? താങ്കൾക്ക് ഞാൻ മാറി നിന്ന് നോക്കുന്ന സമയത്ത് അടുത്ത് വന്ന് നോക്കാനാണ്. എന്നെ അങ്ങനെ കാണരുത് കേട്ടോ ചേട്ടാ. ശരിയായില്ല സംസാരിച്ചത്. ചേച്ചി ഒരു മിനിറ്റ് അങ്ങനെയല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഇത്രയും മക്കളെ പ്രസവിച്ചത് വേണ്ട ഇങ്ങനെയൊക്കെ പറയാവോ? ഒരു മിനിറ്റ് നിങ്ങൾ വീട്ടിൽ നിന്ന് ഒന്ന് മാറി നിന്ന് നോക്കിക്കൂടായിരുന്നു. നോക്കിക്കൂടെ? അയ്യോ അതായിരുന്നു ഉദ്ദേശിച്ചത്. അതും ചെയ്തു. ജൂൺ ജൂലൈ മാസത്തിൽ റോജാപ്പൂക്കൾ വഴക്കുണ്ടാക്കളി. അവിടെ ചോദിച്ചാൽ കേട്ടോ, അങ്ങോട്ടേക്ക് വരില്ലേ? ഏപ്രിൽ അടി. ആ അങ്ങനെ അപ്പൊ ഞങ്ങളൊന്ന് മാറി നിന്നു. ഞാനൊന്ന് മാറി നിന്നു. ഞാൻ ഡൽഹിക്ക് വണ്ടി കയറി. ഓ ഡൽഹിക്ക് പോയോ? ഡൽഹിക്ക് പോയപ്പോ 9 മാസം കഴിഞ്ഞപ്പോ അവളൊരു വിളി, ചേട്ടാ സക്സസ്. അതെങ്ങനെ മാറി നിൽക്കുമ്പോ? അതല്ലേ അതിന്റെ കോമഡി. ഞാൻ പറഞ്ഞു ഞാൻ ഡൽഹിക്ക് ഇറങ്ങിയില്ലേ, ബസ് സ്റ്റോപ്പിൽ ചെന്നപ്പോഴാണ് ഞാൻ നോക്കിയപ്പോ ഫോണിൽ ചാർജ് ഇല്ല. ചാർജ് ചെയ്യാന്ന് വെച്ചെടുത്തപ്പം ചാർജർ എടുത്തില്ല. പിന്നെ ഞാൻ ഒരു ഓട്ടോ വിളിച്ച് വീട്ടിൽ വന്നു. ഒരു 1 മണിക്കൂർ കുത്തിയിട്ടു. അതിനുശേഷമാണ് ഞാൻ പിന്നെ ഡൽഹിക്ക് പോയത്. ചാർജ് ഇതെന്താണ് നമ്മളോരോ കാര്യങ്ങൾ പറയുമ്പോൾ ഞങ്ങളുടെ ജീവിതമായി പറയുന്നത്. നിങ്ങളിങ്ങനെ ചിരിക്കരുത് അല്ലേ? സാരമില്ല, എത്ര മിനിറ്റാ കുത്തിയിട്ട്? അരമണിക്കൂർ കുത്തിയിട്ട് ചേട്ടന് ഉടനെ തന്നെ ചാർജർ മറക്കാതെ എടുത്തോണ്ട് പോവുകയും 9 മാസം ഇവിടെ വന്നപ്പോ ഇരട്ട കുട്ടികൾ എന്ത് ചെയ്യുമെന്ന് അരമണിക്കൂർ കൊണ്ട്. എന്റെ അമ്മേ, ഈ ജൂൺ ജൂലൈ ജൂൺ ജൂലൈ അങ്ങനെ അതിപ്പോ ചേട്ടൻ പോയതുകൊണ്ടാ. ഇതിനെ തിരിച്ചു ഒന്ന് ചിന്തിച്ചു നോക്കേ. ചേട്ടൻ വീട്ടിൽ നിന്നിട്ട് ചേച്ചി ദൂരത്തോട്ട് പോയി. അയ്യോ അങ്ങനെ നോക്കി. അത് നോക്കിയതല്ലേ? അതിനെ നോക്കിയോ? പിന്നെ നോക്കി. അതും നോക്കി. നവംബർ ഇനി ഒരു സ്ഥലത്ത് കൊണ്ടുപോകത്തില്ല, എല്ലാരും അടങ്ങി നിന്നില്ലെങ്കിൽ. അവിടെ ഇരിക്കും, എല്ലാവരും അവിടെ ഇരിക്കും. ഡിസംബർ 2 വീക്ക് അച്ഛന് ഭയങ്കര പേടിയാ. ഇത് അവരിച്ചിരി വെള്ളം കുടിച്ചോട്ടോ. വീട് മുഴുവൻ കലണ്ടർ അല്ലേ? അല്ല ഞാനും ചേട്ടനെ വീട്ടിൽ നിർത്തിയിട്ട് ഞാൻ എന്റെ ഒരു കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോയി ചെന്നൈക്ക്. അപ്പൊ അവിടെ ചെന്നപ്പോഴാണ് ഞാൻ ചേട്ടന്റെ ചാർജർ മറന്നെടുത്തോണ്ട് എന്റെ ചാർജർ എടുത്തോണ്ട് പോയി. അത് ശരി. പിന്നെ ചേട്ടൻ ആ ചാർജർ വാങ്ങിക്കാൻ വേണ്ടിട്ട് ചെന്നൈക്ക് വന്നു. വീണ്ടും അരമണിക്കൂർ ചാർജ് അപ്പൊ അത്രയും യാത്രയുണ്ട്. ചാർജർ മൊബൈൽ ചാർജ് നിങ്ങൾക്ക് ഇത് എന്താണ് പരിപാടി? ചാർജർ മറക്കുക, കുത്തിയിടുക. ഇത് അത്യാവശ്യമായിട്ട് ഒരു പവർ ബാങ്ക് മേടിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ആ മൊബൈലൊക്കെ കാണാം, ഉപേക്ഷിക്ക്. പവർ ബാങ്ക് അല്ല, പവർ ബാങ്ക് വാങ്ങിക്കാൻ ചാർജർ ചോദിക്കാൻ പോയതാണ്. പറഞ്ഞു അയ്യോ എന്റെ അമ്മ ഇങ്ങനത്തെ കഥകളൊക്കെയാണല്ലോ. അതെ. ഇത് അവസാനം ഇപ്പൊ എന്താണ് അവസാന തീരുമാനം? എന്താണ് ഇവിടെ വന്നെന്ന് വെച്ചാ കാര്യം എന്താ കാര്യം? ഞങ്ങൾ ഇവിടെ വന്നത് എന്താന്ന് വെച്ചാല്
അപ്പൊ ഞങ്ങൾക്ക് ഒരുപാട് കുട്ടികളുണ്ടല്ലോ. അതെ. അത് എന്നുവെച്ചാ അതിൽ ഒരു ഞങ്ങൾക്കൊരു parent- കഴിവുണ്ട്. അതെ, ഒരു പാരന്റ്സിന് ഇങ്ങനെ വരത്തില്ലല്ലോ, വർഷം കറക്റ്റ് ആയിട്ട് അങ്ങനെ വരുന്നത് ഭയങ്കര റെയർ അല്ലേ? അതെ അപ്പൊ ഈ വിഷയം വെച്ചിട്ട് ഞങ്ങൾക്ക് ഗിന്നസ് ബുക്കിൽ ഒന്ന് കയറിയാൽ കൊള്ളാവുന്ന ഒരു ആഗ്രഹമുണ്ട്. അതെ, അപ്പൊ പത്രച്ചേട്ടനാകുമ്പോഴത്തേക്ക് അത് അറിയാലോ. അതെ അതെ അതെ. അപ്പൊ അതിനകത്ത് ചെന്ന് എത്തിപ്പെടാൻ നമുക്ക് എന്തൊക്കെയാണ് അതിന്റെ ഫോർമാലിറ്റി ഒക്കെ ഒന്ന് അറിയാൻ അല്ല, വേണ്ടി. വർഷാവർഷം കുട്ടികൾ ഉണ്ടാക്കിയ ഗിന്നസ് ബുക്കിൽ കയറാവുന്നുള്ളത് ആ ഒരു കാറ്റഗറി ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. പക്ഷെ എന്തെങ്കിലും സാഹസികത ഇതിനേക്കാൾ കൂടുതൽ കാണിക്കുന്നവർക്കാണ്. ഇതിനൊക്കെ കൂടുതൽ എന്ത് സാഹസം കാണിക്കാൻ? അല്ല, ഇതിപ്പോ എന്താ പറയാ, എത്ര പേരായി? 11 പേരായി. 11. ആ, ഇത് കൂടുതൽ എനിക്ക് തോന്നുന്നത് മറ്റു രാജ്യങ്ങളിലുണ്ടോ നമ്മൾ നോക്കണം അത്. അതെ അതാണ്. പക്ഷെ നിങ്ങൾക്ക് ഈ മൊബൈൽ ചാർജറിന്റെ ആ ഒരു ഇതുള്ളതുകൊണ്ട് നിങ്ങള് എന്തായാലും ഒന്ന് വ്യത്യസ്തമായ ഒരു രീതിയിൽ പരിഗണിക്കാം. വ്യത്യസ്തമായ ഒരു രീതിയിൽ വേണേ നമുക്കത് പരിഗണിക്കാന്നുള്ളൂ. അത് ശരിക്കും പറഞ്ഞാൽ അത് ഒരു എന്താ ശാസ്ത്ര വിഷയമായിട്ട് മാറ്റേണ്ടി വരും അത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ചാർജർ ഗിന്നസ് ബുക്കിൽ കയറാൻ ചാൻസ് ഉണ്ട്. ഞാൻ തമാശ പറഞ്ഞ അതെ, ഗ്യാസിന്റെ അത് ഇവിടെ കിടന്ന് ചിരിച്ചില്ലേ കൊറേ? ഒന്ന് തടവി കൂടെ ഗ്യാസിന്റെ അല്ല. ഇത് ജൂലൈയിലേക്കുള്ള ഒരു ലക്ഷണമാണ്. ഇത് അത് തന്നെയാ, കൺഫേം. തന്നെയാണ്. 12ാമത്തതാ. 12ാമത്തെ കൺഫേം. ഓക്കെയാണ്, അത് ഉറപ്പാണ്. ഇത് അതാണ്, ഗ്യാസിന്റെ അല്ല. ദൈവം. അപ്പൊ ഇതൊന്ന് കൺഫേം ചെയ്തിട്ട് വരാം, എന്നിട്ട് പോരെ ഗിന്നസ് ബുക്കില്. അല്ല, അപ്പോഴേ ഇതിന്റെ കാര്യത്തിലൊരു തീരുമാനമായിട്ട് ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്നൊന്ന് അറിഞ്ഞിട്ട് നമുക്ക് ഗിന്നസ് ബുക്കിൽ അപ്ലൈ ചെയ്യുന്നതല്ലേ നല്ലത്. അതാ നല്ലത്. കാരണം നിങ്ങൾക്ക് ഇത്രയും കഴിവുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. അതുകൊണ്ടാ ഇതിങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു എണ്ണം തയ്ക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. ശരി സാർ, അപ്പൊ അങ്ങനെ ചെയ്തിട്ട് ഞങ്ങൾ വരാം. അതായിരിക്കും നല്ലത്. ജൂൺ, ജൂലൈ, മാസങ്ങളൊക്കെ ഒന്ന് വിളിക്കോ. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. എല്ലാരും ഒരുമിച്ച് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയാ. വാ, നിന്നോ. എല്ലാരും ഉണ്ടല്ലോ. ഇതെല്ലാം നല്ല ബ്ലെസ്ഡ് ഫാമിലിയാണ്. നിങ്ങൾ എന്നും ഇങ്ങനെ തന്നെ മുന്നോട്ടേക്ക് അടിപൊളിയായിട്ട് പോട്ടെ. നിങ്ങളുടെ എല്ലാവിധ പ്രാർത്ഥനയും ഐശ്വര്യം ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച് കേട്ടോ. അടിപൊളി. എല്ലാവരും തിരിച്ചോ. ഇടി സീമ പറ, വേണ്ട, എന്താണ് കാര്യം എന്ന് പറ. ഞാനൊന്നും പറയണില്ല. എന്നാ നിങ്ങളുടെ പൂ. ഇത് എന്റെ പൂവല്ല, നിന്റെ പൂവല്ലേ, നീ വൈ. ഇടി എന്താണ് കാര്യം എന്ന് പറ സീമേ. നമ്മളിപ്പോ എവിടെയാ പോയി വന്നേ? എന്റെ സഹോദരിയുടെ മോന്റെ കല്യാണത്തിന്. ആ കല്യാണ വീട്ടിൽ വെച്ച് നിങ്ങൾ എന്നെ കളിയാക്കിയല്ലേ മനുഷ്യ? ഞാൻ കളിയാക്കിയെന്നാ? നിങ്ങൾ എന്നെ നാണം കെടുത്തി അവിടെ ഇട്ടല്ല. എടി നീയാണ് നാണം കെട്ടത്. 5 പപ്പടം എടുത്ത ഞാനല്ലേ നാണം കെട്ടത്, പിന്നെ നീ എങ്ങനെ നാണം കെടും? 5 പപ്പടോ? അതെപ്പെടുത്ത്. നീ അറിഞ്ഞില്ലേ? അപ്പൊ അതല്ല കേസ്. സീമേ നീ പറ, എന്താണ് വിഷയം, കാര്യം പറ. ഞാൻ കൊടുത്തിരിക്കുന്ന ഈ സാരിക്ക് എത്ര രൂപ വിലയുണ്ട്? ഇത് 10,000 രൂപ. നിങ്ങളുടെ ചേച്ചി കൊടുത്ത സാരിക്കോ? അത് 20,000 രൂപയുണ്ട്. അത് തന്നെയാ കുഴപ്പം. ഞാൻ 10,000 രൂപയുടെ സാരിയാണ് കൊടുക്കണേന്ന് നിങ്ങളുടെ ചേച്ചി എങ്ങനെ അറിഞ്ഞു? എടി സത്യമായിട്ട് ഞാൻ ചേച്ചിയുടെ പറഞ്ഞിട്ടില്ല. പിന്നെ നൈസായിട്ട് അളിയന്റെ അടുത്തൊന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ആ വേട്ടാവളിയൻ തന്നെ എല്ലാവരോടും പറഞ്ഞോണ്ടായിരുന്നേ. ഇനി ഞാൻ നിങ്ങളോട് ജീവിക്കൂല. ഉറപ്പാണ്? തീരുമാനിച്ച എന്നാ ഞാൻ നിന്റെ കൂടെ ജീവിക്കില്ലടി. രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ലെങ്കിൽ എന്റെ വീട്ടിൽ നിറയി പോടാ. എടി ഇത് വേറെ ഏതോ വീടാ, വഴക്കൂടി ഇഞ്ഞി കയറി വന്നു. നമുക്ക് നമ്മുടെ വീട്ടിൽ പോയി കിടന്ന് വഴക്കൂടാം. അല്ല ചേട്ടാ, അതെ ഇത് നമ്മുടെ വീട് തന്നെയാ. ശരിയാണല്ലോ, നമ്മുടെ വീടാണല്ലോ. നിന്റെ അമ്മാവൻ കുരുട്ട് കളവാ. ഞാൻ തന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ എന്നോട് ചോദിക്കാൻ നമ്മുടെ ബെഡ്റൂമിൽ കയറി കിടക്കല്ലേ. എടാ 10 മാസം എന്റെ അമ്മയുടെ വയറ്റിൽ കിടന്നതേ അമ്മയൊക്കെ ചോദിച്ചിട്ടല്ല. എന്റെ അമ്മാവ, ഈ വീട്ടിൽ എത്ര റൂം ഉണ്ട്? എവിടെയെങ്കിലും പോയി കിടന്നാ പോരെ? എന്തിനാ ഞങ്ങളുടെ ബെഡ്റൂമിൽ തന്നെ കയറുന്നേ? ഓ, ആകപ്പാടെ AC ഉള്ളത് ഈ റൂമിലാണോ? അപ്പൊ ഇച്ചിരി തണുത്ത കാറ്റ് കൊണ്ട് കിടന്ന് ഉറങ്ങാൻ ഓർത്ത് വന്നതാ. കാറ്റ് പോവാൻ സമയമായി. അപ്പൊ ആ കാറ്റ് കൊണ്ട് കിടക്കണത് ഇങ്ങോട്ട് ഇറങ്ങി പോകളവാ. ഈ പരിസരത്ത് ഈ വീട്ടിൽ കയറി കാൽമുട്ട് തല പിടിക്കും. മോളെ, എന്നെ ഇവനെ ഇറക്കി വിടുന്നതിന് കാരണമുണ്ട്. ഞാൻ സത്യം വിളിച്ചുറങ്ങുള്ള പേടി ഇവനറിയാവോ? സത്യോ? എന്ത് സത്യം? ഞാൻ ഒരു പ്രാവശ്യം ഇവനോട് പറഞ്ഞു എന്റെ മകള് മാലാകയാണെന്ന്. അപ്പൊ ഇവൻ പറയുവാ എന്റെ മകള് ഭൂലോക യക്ഷിയാ. എന്നാ പണിയാ കാണിച്ചത്? അവൻ എന്തെങ്കിലും പറഞ്ഞു ഇവിടെ ഇടിക്കുവാണ്. ഓഹോ, എന്റെ കുറുക്കൽ നീ ഇടിച്ചല്ലേ? നിനക്ക് ഞാൻ കാണിച്ചാടി. നിന്റെ മണ്ട ഞാൻ നിന്നെ കൊല്ലും. എവിടെയെങ്കിലും വിളിക്ക്. എന്റെ മണ്ട ഞാൻ ഒരു കല്ല് കിട്ടില്ല. അവളൊരു ഇടി ഇടിച്ചെന്ന് പറഞ്ഞു അവളെ ഇടിക്കേണ്ട ആവശ്യമുണ്ടോ? എന്നെ നിങ്ങൾ ഇടിച്ചല്ലേ? ഇങ്ങോട്ട് മാറി നിൽക്കാ. ഇയാളെ ഞാൻ ഇന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം മനുഷ്യ. ഞാൻ എന്റെ വീട്ടിൽ പോവല്ലേ? എന്തൊരു കഷ്ടം ചോദിക്കാണ്. മോളെ പോയാ. ആഹാ, കള്ളക്കളവാ.
നിങ്ങളായിരുന്നല്ലേ ഈ പരിപാടിക്ക് പിന്നില്. നിങ്ങളെ ഞാൻ നിങ്ങളെ ഞാൻ ഓടരുത്. കിട്ടില്ല. പിടിക്കും ഞാൻ. കിട്ടില്ല. ഓടരുത്. ഇല്ല. കിളവാ അവിടെ നിൽക്ക്. ചാടി ചാടി പോവാ ഞാൻ പിടിക്കാതിരിക്കാൻ വേണ്ടി. എന്റെ കൈ കിട്ടും. 5 വർഷം കല്യാണം കഴിഞ്ഞിട്ട് സ്വസ്ഥമായിട്ട് ഒരു ദിവസം പോലും വീട്ടിൽ കഴിയാൻ പറ്റിയിട്ടില്ല. ദൈവമേ, എന്ത് കഷ്ടമാണ് നോക്ക്. അടേ ഞാൻ ബാബുന്റെ ഇവിടെ വരെ വന്നേ. ഞാൻ വിളിക്കാം. ബാബു, സുഭാഷ്, കല്യാണത്തിനൊക്കെ പോയിട്ട് അടിച്ചു പൊളിച്ചല്ലേടേ? എവിടെ അടിച്ചു വിളിക്കേ? ഇന്നും പ്രശ്നത്തോട് പ്രശ്നം തന്നെ. നിനക്കെന്ത് ഭയങ്കര ഒരു ടെൻഷനും വിഷമമൊക്കെ? ടെൻഷനും വിഷമം എന്ന് പറഞ്ഞാൽ എന്തിനടിയാ? ഇവിടെ നിനക്ക് ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമല്ല. നിനക്ക് നല്ലൊരു വീട്, നിനക്ക് നല്ലൊരു ജോലി, സുന്ദരിയായിട്ടൊരു ഭാര്യ. പിന്നെ നിനക്ക് എന്താണ് പ്രശ്നം? പറ. ആരറിഞ്ഞ കിട്ടിയാ? ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഇവിടെ 5 വർഷം അവളെ കല്യാണം കഴിച്ചിട്ട് ഇന്നൊരു സ്നേഹമായിട്ട് പെരുമാറ്റില്ലേ? ആരാ ഇവിടുത്തെ മെയിൻ പ്രശ്നക്കാരൻ? ആരാണ്? ഒരു പ്രശ്നക്കാരുണ്ട്, ഇവളെ അമ്മാവൻ. ഇവിടെ അങ്ങനെ എന്റെ കല്യാണം കഴിഞ്ഞ് അടുക്കള കാണാൻ വന്നപ്പോ അലമാര തന്നിട്ട് അതിനകത്ത് കൂടും കുടുക്കാട്ട് കയറി വന്നതാ. പിന്നെ ഇതുവരെ ഈ വീട്ടിൽ തിരിച്ചു പോയിട്ടില്ല. അയാളാണ് ഈ വീട്ടിലെ മെയിൻ പ്രശ്നം. നീ സത്യമായിട്ടുള്ള കാര്യം, ഞാൻ എന്റെ അയൽവാസിയല്ലടാ. നീ എന്റെ അടുത്ത് പറയാ എന്താ വിഷയം? എന്താ? എടാ, ഇന്ന് വരെ അവൾ എന്റെ സ്നേഹമായിട്ട് പെരുമാറിട്ടില്ലളിയാ. എത്ര വർഷമായി കല്യാണം കഴിഞ്ഞു? 5 വർഷമായി. ആണാ? ഞാനും എന്റെ വൈഫും കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായി. ഇവിടെയുള്ള നാട്ടുകാരൊക്കെ നമ്മളെ പറയണത് എന്താണ്? മെയ്ഡ് ഫോർ ഈച്ച് അതർ. അതൊരു ട്രിക്കാണ്, എല്ലാവർക്കും അറിയാലോ. മാത്രമല്ല, കഴിഞ്ഞ വർഷം നമ്മളെ റെസിഡൻസിന്റെ കപ്പിളിനുള്ള അവാർഡ് നിങ്ങൾക്കല്ലേ കിട്ടിയത്? അതിനു വേണ്ടിയുണ്ടോടാ? പൊക്കളല്ല, കപ്പിളിനുള്ള അവാർഡ് നിങ്ങൾക്കല്ലേ കിട്ടിയത്? എടാ, നമ്മൾ തമ്മിലുള്ള ഭയങ്കര ഈ ലവിന് പിന്നിൽ ഒരു കാര്യമുണ്ട്. അളിയാ, അതിന്റെ രഹസ്യം എന്തിനളിയാ? നീ ആണ്ട് പറഞ്ഞുതരാം. ഈ അമേരിക്കയിൽ മാത്രം രഹസ്യമായിട്ട് കുറച്ച് ആൾക്കാർ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. പറയട്ടാ? പറയണ്ട, സെൻഡ് ചെയ്താ. അതല്ലെന്ന്. പിന്നെ എടാ, എന്റെ ഭാര്യ ഇന്ന് ഡോക്ടറിന്റെ കൂടെ കിടക്കുകയാണെങ്കിൽ നാളെ എഞ്ചിനീയറിന്റെ കൂടെ ആയിരിക്കും കിടക്കണം. ആ സെറ്റപ്പ് നിന്റെ കുടുംബത്തിലും വേണം ഞാൻ ചെയ്തു തരാം. അതെ, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താന്ന് മനസ്സിലായ? ആവർത്തന വിരസത. ഡെയിലി നിന്റെ മുഖമല്ലാടാ കണ്ടോണ്ടിരിക്കണ. അപ്പൊ അവക്കൊരു മടുപ്പ് വന്നു. അങ്ങനെ തോന്നുന്നു. ഈ ടെക്നിക്ക് എന്റെ വൈഫ് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അമേരിക്കയിലൊക്കെ ഇങ്ങനെയാണെന്ന്. നീ എന്ത് ചെയ്ത് അളിയ? പറ. എന്റെ വൈഫ് പറഞ്ഞ് ഡെയിലി ഓരോ ക്യാരക്ടറായിട്ട് അവളെടുത്തല്ലേ. ഓരോ ക്യാരക്ടറായിട്ട്. അപ്പൊ നമുക്ക് ഒരു മടുപ്പ് വരില്ല. ലൈഫ് സുന്ദരം. അവരുടെ ഇഷ്ടത്തെ ചെല്ലുമ്പോ ഇഷ്ടം തോന്നും. കഴിഞ്ഞ ആഴ്ച അവള് പറഞ്ഞു, ചേട്ടാ ഒരു ആട്ടോ ഡ്രൈവറായിട്ട് വരാൻ പറ്റുമോ? ഞാൻ എന്ത് ചെയ്തു? അനീര വണ്ടി വാടകയ്ക്ക് എടുത്ത് ഒരു ചാക്ക് പിണ്ണാക്കെടുത്ത് വണ്ടിക്കകത്തിട്ട് ഒരു 12 മണിയാകുമ്പോ ഞാൻ ചെന്ന്, ചാച്ചി പിണ്ണാക്ക് വന്ന് എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റൂല, ഒന്ന് പിടിക്കോ? പിടി. ഞാനും വൈഫും കൂടെ ഇങ്ങനെ പിടിച്ചോണ്ട് അടുക്കളയെ കൊണ്ടുപോയി. ദാഹം വരും എനിക്ക്. ചേച്ചി, ദാഹം വല്ലതും ഉണ്ടാ? അപ്പൊ അവള് വെള്ളം എടുത്തില്ല. വെള്ളം എടുത്ത് ചെറിയൊരു ടച്ചിങ്. അപ്പോഴാണ് പിന്നെ റൊമാൻസ്. പിറ്റേ ദിവസത്തെ കഥ എങ്ങനെയാ? പിറ്റേ ദിവസം ഞാൻ അവളെടുത്ത് ചോദിക്കും, നാളെ ഏത് ക്യാരക്ടറായിട്ട് വരണം? അപ്പൊ അവള് പറയാം സെക്യൂരിറ്റി. അവളൊരു 12 മണിയാകുമ്പോ കുളിച്ചൊരുങ്ങി എന്നിട്ട് കള്ളൻ കള്ളൻ. ഞാൻ ഈ നീളമുള്ള ഒരു ടോർച്ച് കൊടുത്തോണ്ട് ഇവിടെ കള്ളൻ, ഇവിടെ കള്ളൻ, ഇവിടെ കള്ളൻ. അപ്പോഴാണ് ഇവിടെ കള്ളയല്ലേ ചുമ്മാ പറഞ്ഞാണ്. വെളിയില് മഴ, ഇന്ന് പോണ്ട, റൊമാൻറ്റിക്. സൂപ്പർ സൂപ്പർ. പിന്നെ ചില സമയം ഞാൻ ഷെഫാവും. ഷെഫായിട്ട് ഞാൻ ചെന്ന് നെയ് റോസ്റ്റൊക്കെ ഉണ്ടാക്കി കൊടുക്കും. ഇതേപോലെ ഓരോ ദിവസം ഓരോ ക്യാരക്ടറായി കേട്ടപ്പം തന്നെ നിനക്കൊരു ഈ ഐഡിയ നേരത്തെ പറഞ്ഞതോടായിരുന്നാ? മരുമോനെ, എന്താ അമ്മ വീട്ടിൽ പോവുക. ഞാൻ വല്ലതും പറഞ്ഞു വെച്ച അമ്മ ഇങ്ങനെ ഇറങ്ങി പോകേണ്ട വല്ല ആവശ്യമുണ്ടോ? അങ്ങനെയല്ല മരുമോനെ. പിന്നെ എന്ന് നീ എല്ലാം ഇറക്കി വിടുന്നത്. ഇന്ന് ഞാൻ സ്വയം ഇറങ്ങി പോവാ ഇവിടുന്ന്. നിനക്കിപ്പോ പുതിയ കൂട്ടുകാരൊക്കെ കിട്ടിയല്ലോ. ഇനി അമ്മാവന്റെ ആശ ഇവിടെ ഇല്ലല്ലോ. പിന്നെ ഒരു കാര്യം, ആരും പുറകെ വിളിക്കല്ലേ ദൈവത്തോർത്ത്. പോണ വഴിയാണ് മഴയത്ത് മാന് പോകും പോലെ. അങ്ങോട്ട് ഇതൊക്കെ ഇവിടെ കിടന്ന് അതുകൊണ്ട് ഞാൻ പറഞ്ഞ മനസ്സിലായല്ല? നീ പറഞ്ഞല്ല ഏകദേശം മനസ്സിലായി. ഇന്നെന്താണ് ക്യാരക്ടർ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് പിടിക്കണ ക്യാറ്റാന്നറിയാമോ? ജഡ്ജി. ചിറ്റിയൊക്കെ എടുത്തോണം. പ്രോപ്പർട്ടി കൊണ്ടെങ്കിൽ നീ എന്റെ അടുത്ത് ചോദിച്ചില്ല ഇന്ന് ഞാൻ ഏത് ക്യാരക്ടർ? ഇന്ന് നീ ഏത് ക്യാരക്ടർ? ശാസ്ത്രജ്ഞൻ. ശാസ്ത്രജ്ഞൻ? അവള് പറഞ്ഞ് ശാസ്ത്രജ്ഞൻ വേണ്ട, അതിനേക്കുള്ള കോസ്റ്റ്യൂം എല്ലാം ഉണ്ട്. ഇത് കുറെ കണ്ടുപിടുത്ത നടക്കും. ഇല്ലേ അവള് വിളിക്കുന്നു. ഹലോ, എന്താ പറഞ്ഞു? കോസ്റ്റ്യൂം ഒക്കെ എടുത്തു അല്ലേ? ഇനിയിപ്പോ എന്ത് ചെയ്യും? ഓക്കെ. പിന്നെ എന്തിനാ ശാസ്ത്രജ്ഞൻ ക്യാൻസൽ അല്ല, അവള് പറഞ്ഞ മറ്റന്നാ മതി. പിന്നെ ഇന്ന് ഏത് ക്യാരക്ടർ? ഇന്ന് ഇറച്ചി വെട്ടുകാരൻ. ഇറച്ചി വെട്ടുകാരൻ? ഇന്ന് കൊറേ ഇറച്ചി ഞാൻ വെട്ടി തള്ളുന്നു. ഈ ഐഡിയ എനിക്ക് നേരത്തെ പറഞ്ഞു തന്നൂടായിരുന്നാ? ഞാൻ എന്റെ വീട്ടിൽ പോകും. സീമ, നീ എവിടെ പോണ്? ഞാൻ എന്റെ വീട്ടിൽ പോകും. നീ പോണ്ട. ഞാൻ പോകും. സീമ, ഒരു കാര്യം പറയട്ടെ, നിന്റെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. നിനക്കിന്ന് ഞാൻ ഒരു സർപ്രൈസ് തരുന്നുണ്ട്. സർപ്രൈസോ? എന്ത്? ഇന്ന് വൈകുന്നേരം നിന്റെ കൂടെ കട്ടിൽ കിടക്കുന്ന ആരെന്ന് അറിയാമോ? ജഡ്ജിയാണ്, ജഡ്ജി. അല്ലെങ്കിൽ കാര്യം ചെയ്യാം, ഡോക്ടറാക്കാം. അല്ലെങ്കിൽ നീ പറ, ആര് വേണം? ഞാൻ റെഡിയാക്കി തരാം. ഒരു ഭാര്യനോട് പറയാൻ പറ്റും വർത്താനോട് ഈ പറയുന്നത്? കാര്യം ചെയ്യാം, നമുക്ക് അവതാരണം ഇറക്കിയാലോ, അതാ നിനക്ക് ഇഷ്ടപ്പെടും.
ഈ പറയുന്നേ? എടി നിനക്ക് മനസ്സിലായില്ലേ? എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു വാ. നമ്മുടെ അടുത്തുള്ള സുഭാഷില്ലേ, സുഭാഷ്. ആ സുഭാഷും ഭാര്യയും കൂടി പിരിഞ്ഞോ? പിരിഞ്ഞതല്ല. ഇനി സുഭാഷിന്റെ ഭാര്യയ്ക്ക് അവരുടെ സ്നേഹം വരാൻ കാരണം ഒന്നും അറിയാവോ? ശരി, അമേരിക്ക സെറ്റപ്പാണ്. അവൻ ദിവസം ഓരോ ക്യാരക്ടറായിട്ട് അവന്റെ ഭാര്യ അടുത്ത് ചെല്ലുന്നത്. ആ, ഇന്ന് പൈലറ്റാണെങ്കിൽ നാളെ എഞ്ചിനീയർ, മറ്റൊന്ന് കൃഷിക്കാരൻ. ഇന്ന് രാത്രി 12 മണിക്ക് ട്രാക്ടർ പോയത് കണ്ടാ? കൊയ്യാൻ പോയതാ അവർക്ക്. അവര് രണ്ടും കൂടി ഇങ്ങനെ ഇരിക്കുന്നു എപ്പോഴും. നിനക്ക് ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടർ പറ, ഞാൻ ഇന്ന് രാത്രി അതുപോലെ വരാം. അങ്ങനെയാണെങ്കിലേ ഈ ലൂസിഫർ സിനിമയിലെ അതിലെ സ്റ്റീഫൻ നെടുമ്പള്ളിയായിട്ട് രാത്രി ചേട്ടൻ എന്റെ അടുത്ത് വരും. രാത്രി 12:30 സ്റ്റീഫൻ നെടുമ്പള്ളി. കാല് 2 കമ്പിട്ടിക്കണം ഞാൻ സ്റ്റീഫൻ നെടുമ്പള്ളി ആയിട്ട്. ഇങ്ങനെ കാല് പൊക്കുമ്പോ തന്നെ എന്റെ കമ്പി വളഞ്ഞു പോകും. ഇനി വേറെ വല്ലതും പറ. അങ്ങനെ എനിക്ക് ചേട്ടൻ ഏതെങ്കിലും ഞാൻ പറയാം. ഒരു സൂപ്പർ ഐറ്റം പറയാം, ഒരു ക്യാരക്ടർ പറയാം. മീശമാധവൻ പിടിച്ചാലാ? മീശമാധവല്ല, മാധവൻ ഞാൻ. രുക്മിണി നീ. രാത്രി ഞാൻ മരിപ്പിലായിട്ട് വരുന്നു, നിന്റെ അടുത്ത് വരുന്നു, അരച്ചടം പൊട്ടിക്കുന്നു, പിന്നെ അങ്ങോട്ട് റൊമാൻസ്. കണ്ട, ഇതൊക്കെ നേരത്തെ പറഞ്ഞൊന്നൂടായിരുന്ന. ഒരു കാര്യം ചെയ്യാം, മണി ഇപ്പൊ 9 മണിയായി. നീ രാത്രി റെഡി ആയിട്ടില്ലേ? 12 മണിയാകുമ്പോ ഞാൻ ഡ്രസ്സൊക്കെ മാറി മീശ മാധവനെ പോലെ വരാം. എന്നിട്ട് റൊമാൻസ്. ഓക്കെ ഓക്കെ. ഇതല്ലാതെ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ചെറുതായിട്ടൊരു ഫിഗർ ഒക്കെ കിട്ടിയിട്ടുണ്ട്. 12 മണിയാവാറായി. ചേട്ടൻ ഇപ്പൊ മീശമാധവനായിട്ട് വരും. ഒരു കാര്യം ചെയ്യാം, സിനിമയിലെ പോലെ കണ്ണടച്ചു കിടക്കാം. നാളെ പോയിട്ട് വയ്യ. ഇന്ന് മോഷ്ടിക്കാൻ കയറിയ വീട് കൊള്ളാം. വീട്ടുകാരാണ് നല്ല ഉറക്കവും. ഇന്ന് ഞാനിവിടുന്ന് പലതും തൂത്തുവാരും. ക്യാരക്ടർ പിടിക്കാൻ സൗണ്ട് മാറ്റുക. സ്വർണ്ണമൊക്കെ എവിടെ കൊണ്ട് വെച്ചേക്കുന്നോ എന്താ? അലമാരിക്കകത്ത് നോക്കാം. എടാ കള്ളാ, ഞാൻ കള്ളനാന്ന് എന്നെ പിടിച്ച. സമയം കളയണ്ട, മയിൽപ്പീലി എടുത്തിട്ട് ഇങ്ങോട്ട് വാ. എന്റെ അരഞ്ഞാണ് കൊടുക്കണ്ടേ? മയിൽപ്പീലി എവിടെ ഇരിക്കില്ലേ? ആ അലമാരയുടെ മുകളിലാണ് കാണും. ചേട്ടൻ നോക്ക്. ആഹാ, ദൈവമേ, ഇന്ന് കണി കണ്ടാവണേ, നാളെയും കണി കാണിക്കണേ. അപ്പഴേ ഓട്ടെ, ടാറ്റ. പോവാണോ? സമയം കളയാണ്ട് എന്റെ അടുത്ത് ഒന്നൊന്ന് കിടക്ക്. മയിൽപ്പീലി ഓക്കെ, അരിഞ്ഞാണം ഓക്കെ. കിടക്കുന്നത് ചിലപ്പോ അരിഞ്ഞാണത്തിനുള്ള ഓഫർ ആയിരിക്കും. വാ കൊച്ചു കള്ള. എന്റെ എല്ലാം എല്ലാം മല്ലി, എന്റെ ചേലത്ത് ചെമ്പരുന്തല്ലി, എന്റെ കാലിലെ കാണാ പാദസരം നിനക്കല്ലി നിനക്കല്ലി. അത് ശരി, മണ്ട പറഞ്ഞ് നേരത്തെ കിടന്ന് ഉറങ്ങണല്ലേ? ഞാൻ കാണിച്ചു തരാം. എടാ സുഭാഷേ,
ഇത് ഞാൻ നിനക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ്. വീഡിയാ രുക്മിണി വീഡിയോ ഇരിക്കൂ. ചിലപ്പോ ക്യാരക്ടറൈസേഷൻ ആയിരിക്കും. അവിടെ ഇരിക്കട്ടെ. കിട്ടി, നൂലിൽ തന്നെ കിട്ടി. കറുത്ത ചേട് സേഫ്റ്റി പിന്നു ചുമ്മാ അല്ല ഇവിടെ കിടക്കാനായിട്ട് കയറി കുത്തിക്കൊള്ളണത്. ആഹാ കയറി കിടക്കാം, ഉറങ്ങിയെന്ന് തോന്നുന്നു. ഞാൻ കള്ളനാന്നല്ലേ? ഞാൻ മര്യാദയ്ക്ക് മോഷിച്ചിട്ട് അങ്ങോട്ട് പോകാൻ വന്നപ്പോ നിങ്ങളല്ലേ തിരിച്ചു വിളിച്ചത്? അല്ലേ എന്നിട്ട് ഞാൻ കള്ളനാന്നല്ലേ? എനിക്കറിയില്ല, കള്ളനാ തോന്നുന്നു. വെറും കള്ളനല്ല, കള്ളക്കാവുക. നിന്റെ കള്ളക്കാവുക. എടാ എന്നെ ഇന്ന് നോയിക്കോറ. ഓടി വരണേ, എന്റെ വീട്ടിൽ കള്ളം കയറിയേ. ഓടി വരണേ. പിന്നെ ഞാൻ സുഭാഷ്. സുഭാഷ് നീ ഇറച്ചി വിട്ട് പറഞ്ഞു. പിന്നെ സുഭാഷായി അളിയാ അവക്ക് മിനിറ്റ് വെച്ച് ക്യാരക്ടർ മാറണം എന്ന് പറഞ്ഞ ഞാൻ എവിടെ ചെല്ലേ? ഏതാ പുരാതന സീരിയൽ കണ്ടപ്പോ ഞാൻ രാക്ഷസനായിട്ട് എല്ലാം പറഞ്ഞു. അങ്ങനെ നിന്നില്ല ഞാൻ. അത് ശരി. ഇവിടെ എന്താ സംഭവം നോക്കടാ, ഞാൻ നീ പറഞ്ഞ ഐഡിയ വെച്ച് മീശമായിട്ട് വന്നു. പക്ഷെ അന്ന് എന്നെ ഒരു കള്ളനുണ്ട് മീശമാന്റെ വശത്തോട് കിടക്കുന്നു. അവനെ പിടിച്ച് എടാ ഞാൻ ഒരു കാര്യം പറയല, നിങ്ങൾക്ക് പറ്റിയ ഐഡിയ അല്ലേ ഇത്? നിന്റെ ഒടുക്കത്തെ ഐഡിയ കൊണ്ട് ഇത്ര സാധനങ്ങളെ കൂടെ നടന്നത്. എന്റെ വീട്ടിൽ ഒരു കുഴപ്പമല്ല. കാരണം നാളെ ഞാൻ കരിമ്പ് ജ്യൂസ് അടിക്കുന്ന അണ്ണനായിട്ട് ഇപ്പോഴേ ഡ്രസ്സ് ബുക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ അവിടെ ഒരു ചെറിയ അമേരിക്ക ആവട്ടെ. നിങ്ങൾ ഇത് അനുകരിക്കാൻ നിന്നൊരു കാര്യമില്ല. നിങ്ങൾ നിങ്ങളെ ശൈലിയിൽ ജീവിക്കാൻ, അതാണ് പറ്റിയത്. സ്റ്റേഷനിൽ നമുക്ക് പിടിച്ചേൽപ്പിക്കാം കേട്ടോ. ബാബു ആരാണ്? ബാബു ഞാനാ ബാബു. ഇതെന്താണ് രാക്ഷസൻ രണ്ട് കള്ളന്മാര്? അവിടെ നിങ്ങളൊരു ബാലര റിഹേഴ്സലായിരുന്നു. ആ ബാലര പേരെന്തോന്നാണ്? ഓ യോ കമാൻ ബേബി. ഇവിടെ പേര് കേട്ടാ അറിയാം ഇത് 100 കളി കളിക്കും. കൺഫേം ആണ് കേട്ടോ. പിന്നെ ബാബുവിനൊരു കൊറിയർ ഉണ്ട്. ഈ രാത്രി 12:30 ഒരു സ്പൈഡർമാൻ. രാഗിണി അമ്മമ്മരെ കമ്പ്യൂലി കിടന്ന് ആടെയായിരുന്നു ഈ സ്പൈഡർമാൻ. നാട്ടുകാരെ കൈ കിട്ടിയപ്പോ മാക്സിമം പശ എടുത്തിട്ടുണ്ട്. അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ പിള്ളേരൊന്നും ഇല്ല. സ്പൈഡർമാൻ തിരിച്ചെടുത്ത് നോക്കട്ടെ. അത് മാറ്റാം അങ്ങോട്ട്. നിങ്ങളായിരുന്ന എന്താ ഈ കോലത്തില്? മരുമോനെ, നിന്റെ അവസ്ഥയാണ് എന്റെ അവസ്ഥയും. 20 വർഷമായിട്ട് ഞാനും എന്റെ ഭാര്യ കൂടെ പിരിഞ്ഞ് ജീവിക്കല്ലേ. ഇവന്റെ ഒരു ഒടുക്കത്തെ ഐഡിയ കേട്ട് ഞാൻ സ്പൈഡർമാന്റെ വേഷം ഇട്ട് അവളുടെ വീട്ടിൽ ചെന്ന് കയറി കൊടുത്തു. നാട്ടുകാരെല്ലാം തെങ്ങ കെട്ടി വെച്ചെന്നെ തല്ലി എന്റെ വലയും വലിച്ചീറിട്ട് വിട്ട്. നിനക്കിപ്പൊ തൃപ്തി ആയല്ലോ. ഒരു മിനിറ്റ് പെണ്ണുപിള്ള വിളിക്കുന്നു. എന്താടി? അതാ പറഞ്ഞേ എന്താ രാജസം വേണ്ടെന്ന്. അമരത്തിൽ അശോകനേറ്റിയല്ലേ? അമരത്തിൽ അശോകനായിട്ട് ചെല്ലാനാ? അപ്പൊ ഞാൻ ഒരു കൊമ്പസ്രാവനെ കിട്ടും നോക്കട്ടെ. കുറച്ചാളത്തേക്ക് എന്നെ വിളിക്കല്ലേ കളിയാ. സുഭാഷേ, എന്റെ ദൈവമേ, ഇന്നും അങ്ങനെ വൃത്തികേടാക്കിട്ട് പോയിട്ടുണ്ട്. എന്തൊരു കഷ്ടമാന്ന് പറയണേ. എല്ലാവർക്കും ഉണ്ട് ഭർത്താക്കന്മാര്. എനിക്കും കിട്ടിയേ ഒരു ബാഡത്താവിനെ, സ്പൈഡർമാൻ. അങ്ങനെ രാവിലെ എവിടേക്കെങ്കിലും എഴുന്നേറ്റ് അങ്ങ് പോകും. വൈകിട്ട് വന്ന് ഇവിടെ മൊത്തം അങ്ങ് വല വീശും. ഞാൻ രാവിലെ എഴുന്നേറ്റ് അതടിക്കും. അങ്ങനെ വീണ്ടും വന്ന് വല വീശും. ഞാൻ വീണ്ടും അടിക്കും. ഇത് തന്നെ പരിപാടി. 5 വർഷം എന്നെ പ്രേമിച്ച് വലയിലാക്കിയത് ഇവിടെ വന്ന് ഈ വല അടിക്കാനാണെന്ന് ഞാൻ അറിഞ്ഞില്ലേ. വലയിൽ വീണ കിളികളാണു നാം, ചിറകൊടിഞ്ഞൊരിണകളാണു നാം. അയ്യോ, വലയ വീണ കിളി നീയല്ലടി, ഈ ഞാനാ. ഞാൻ സ്പൈഡർമാന്റെ വലയില്. പാൽ മണക്കുതേ, പഴം മണക്കുതേ. പാലും പഴവും മണക്കാനേ ഈ തത്തമ്മയുടെ വീടല്ല, സ്പൈഡർമാന്റെ. ജോലിക്കും കൂലിക്കും പോത്താന്റെ വീട്ടിലല്ലേ പാലും പഴവും മണക്കുന്നത്. ചേച്ചി ചെലന്തി. എടി ഇത് ചെലന്തി അല്ലേടി. ഞാൻ റോട്ടിൽ കൂടെ ഇറങ്ങി നടക്കുമ്പോ നാട്ടുകാരെല്ലാരും കൂടി പറയും ഇത് സ്പൈഡർമാന്റെ ഭാര്യ അല്ലാന്ന്. അതുകൊണ്ട് ഞാൻ ഇന്നലെ പോയി അങ്ങ് ഒരു
സ്റ്റാച്ചു അങ്ങ് അടിച്ച്. സ്റ്റാച്ചു സ്റ്റാച്ചു. ഓ എന്നെ ചേച്ചി സ്റ്റാച്ചു അല്ല ടാച്ചു. അതങ്ങടിച്ച്. അല്ല സൂപ്പർമാന്റെ ഭാര്യ എന്തിനാ വന്നത്? ചേച്ചി ചേച്ചി എന്ത് വഴി? ഇത് മാറ്റിപ്പിടി, എന്നിട്ട് ഇത് പിടി. ഇച്ചിരി മണ്ണെണ്ണ ചേച്ചി. അപ്പൊ കഴിഞ്ഞ മാസമല്ലേ നിനക്ക് 2 കിലോ അരി തന്നേ? അത് ചേച്ചി അന്ന് അരിയില്ലേ, അതൊന്ന് വേവിക്കാൻ നോക്കിയപ്പോഴാ സ്റ്റൗവില് മണ്ണെണ്ണ ഇല്ലേ ചേച്ചി. ഇച്ചിരി മണ്ണെണ്ണ ചേച്ചി. മണ്ണെണ്ണേന്റെ കൂട്ടത്തിലേ തക്കാളി 2 ഉള്ളിയും കുറച്ച് പച്ചമുളകും കൂടി എടുത്തേക്കണേ ചേച്ചി. പച്ചച്ചോറൊന്നും എങ്ങനെ ഇറങ്ങും ചേച്ചി? എടി നീ ആള് കൊള്ളാമല്ലോ. ഞാൻ എവിടെ പച്ചക്കറി കട നടത്തൂല്ല. പച്ചക്കറി ചോദിച്ചപ്പോ ചേച്ചിയുടെ ഒരു ദേഷ്യം. എനിക്കൊന്നും വേണ്ട, ഇച്ചിരി മീൻകറി ഉണ്ടെങ്കിൽ താ ചേച്ചി. എടി കുഞ്ഞ, നിനക്ക് ഇവിടത്തെ കഥ വല്ല അറിയോ? എടി നീ ഇല്ലാത്തവന്റെ വീട്ടിൽ വന്ന കടം ചോദിക്കുന്നേ. ഇവിടെ ഉള്ളിയില്ല, തക്കാളി ഇല്ല, പച്ചമുളകില്ല, പഞ്ചസാര ഇല്ല. എന്തിന്? കത്തിക്കാൻ കുറച്ച് വിറക് പോലും ഇല്ല. ഇത്രയും സാധനങ്ങളില്ലെങ്കിൽ പിന്നെ എന്തിനാ ചേച്ചി കത്തിക്കാൻ വിറക്? എടി ഞാൻ ഉദ്ദേശിച്ച ഇവിടെ കഴിക്കാനൊന്നും ഇല്ലെന്ന്. പിന്നെ ആകെ അയാൾ കൊണ്ടുവരുന്ന കുറച്ച് ചക്കയാ. എന്തിനാ ചേച്ചി? അങ്ങേറെ പശ തീർന്നാ പിന്നെ ചക്കയെന്നാണല്ലോ പശ എടുക്കാറ്. അത് കഴിഞ്ഞാ പിന്നെ ഞാൻ വെട്ടിക്കൂട്ടി അങ്ങ് പുഴുങ്ങിയും കൊടുക്കും. പിന്നെ ഏത് വഴി കൂടെയാണ് വല വിടുന്നതെന്ന് ആർക്കറിയാം? വല. എന്റെ ചേച്ചി ദാരിദ്ര്യത്തിന്റെ കണക്ക് മാത്രം പറയാനുള്ളോ? എന്ത് ചോദിച്ചാലും ഇല്ല ഇല്ല. എന്തെങ്കിലും ഉണ്ടെന്നൊന്ന് പറയേച്ചി. കൊണ്ട് പട്ടിണി ദാരിദ്ര്യം ആവശ്യത്തിനുണ്ട്. അത് ആവശ്യത്തിന് അവിടെയും ഉണ്ട്. എങ്കിൽ നിന്റെ സൂപ്പർമാനോട് സൂപ്പർ മാർക്കറ്റിൽ പോയി എന്തേ വാങ്ങിക്കൊണ്ടുവരാൻ പറ. എന്റെ ചേച്ചി പേരില് മാത്രമേ ഉള്ളൂ സൂപ്പർന്ന്. അങ്ങേർക്ക് ഇപ്പൊ പണ്ടത്തെ പോലെ അങ്ങനെ പറക്കാനൊന്നും വയ്യന്നേ. പറക്കാൻ വയ്യേ? ഇല്ല ചേച്ചി, പറക്കാനൊന്നും വയ്യ. എങ്കിൽ ഞാൻ പെറുക്കി വെച്ചൊരു 10 ചക്കക്കുരു ഇരിപ്പുണ്ടേ, അത് രാവിലെ അങ്ങ് ചുട്ടുവിട്. അതാവുമ്പോ വിട്ടങ്ങ് പറഞ്ഞോളൂ. ഒന്ന് പോ ചേച്ചി. എന്നിട്ട് വേണം അന്തരീക്ഷ മലിനീകരണം എന്ന് പറഞ്ഞ് അങ്ങേരെ പേരിൽ കേസെടുക്കാൻ. അല്ല സൂപ്പർമാൻ ഇപ്പൊ എവിടെ ഉണ്ട്? എനിക്കറിഞ്ഞൂടെ, രാവിലെ ഇടയ്ക്കോ പറന്നു പോയിക്കണ്. രാവിലെ വിളിച്ചപ്പോ അമേരിക്കയിൽ നിക്കണേ, ഉച്ചയ്ക്ക് വിളിച്ചപ്പോ ഫ്രാൻസിൽ നിക്കണ്, വൈകിട്ട് വിളിച്ചപ്പോ ദുബായിൽ നിക്കണ്. എന്ത് പറഞ്ഞാലും നിന്റെ ഭർത്താവ് കുറച്ച് ഭാഗ്യവാനാടി. വിസയും പാസ്പോർട്ടും ഇല്ലാതെ അത്രയും രാജ്യം കറങ്ങാൻ പറ്റിയില്ലേ? എന്റെ പൊന്ന് ചേച്ചി, ഏത് രാജ്യത്ത് പോയാലും രാത്രി 7:30 ആവുമ്പോ സീരിയല് കാണാൻ വീട്ടിലെത്തും. അവിടെ രാത്രിയെങ്കിലും എത്തുന്നുണ്ടല്ലോ. എടി ഇവിടെ ഒരു മാനുണ്ട്. ചേച്ചി, എന്ത്? മാനിനെ ഒന്നും വീട്ടില് വളർത്തിക്കൂടാ, പോലീസ് പിടിക്കൂ. പോടി അവിടുന്ന്. അതല്ലെന്ന് സ്പൈഡർമാൻ. അങ്ങേരോട് പൈസ ചോദിക്കാൻ പറ്റൂല. ചോദിച്ചാതാണ്ടെ ഇല്ലാന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ ഒരു കാണിപ്പാ. ചേച്ചി, അത് പുള്ളിയുടെ ആക്ഷൻ അല്ലേ? അരി മേടിക്കാൻ പൈസ ഉണ്ടോ ചോദിച്ചാ ഇങ്ങനെ കാണിക്കും. കറണ്ട് ബില്ല് അടയ്ക്കാൻ പൈസ ഉണ്ടോ ചോദിച്ചാ വീണ്ടും ഇങ്ങനെ കാണിക്കും. അപ്പൊ എപ്പോഴും ഇങ്ങനെ കൈമലർത്തി കാണിക്കൂ ചേച്ചി. ആഹാരം വേണോ ചോദിച്ചാ മാത്രം വേണോന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു കാണിപ്പാ. ചേച്ചി, എനിക്ക് കടമായിട്ട് 500 രൂപ താ ചേച്ചി. വേണം ചേച്ചി. ഇല്ല ചേച്ചി. എന്തോ ചേച്ചി, എന്ത് കഷ്ടമായത്. അയ്യോ, സംസാരിച്ച സമയം പോയി അറിഞ്ഞില്ല. രാവിലെ ഭക്ഷണം കഴിക്കാൻ വരാന്ന് പറഞ്ഞ സ്പൈഡർമാനാ. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ സ്പൈഡർ എവിടാ? ഒന്നും പറയണ്ടടി. അയ്യോ, എങ്കി പിന്നെ വെച്ചേക്ക്. ഞാനേ സൂപ്പർമാനായിട്ട് അങ്ങോട്ട് പറന്നു വരുവായിരുന്നേ. അപ്പൊ ലൈൻ കമ്പി തട്ടി കുരുങ്ങി അപകടം പറ്റി ഹോസ്പിറ്റലായി. ആണോ? പക്ഷെ ഹോസ്പിറ്റലായിരുന്നു അബദ്ധം പറ്റിയടി. എന്തോ പറ്റി? ഓപ്പറേഷൻ ചെയ്തപ്പോഴേ എന്റെ വലയെടുത്ത് സൂപ്പർമാനും വെച്ചു, സൂപ്പർമാന്റെ ചട്ടി എടുത്ത് എനിക്ക് ഫിറ്റ് ചെയ്തു. ഇനി എങ്ങനെ ഞാൻ പുറത്തിറങ്ങി നടക്കൂടി? എന്റെ സെലന്തി മാപ്പിളെ. സെലന്തി മാപ്പിളയാ? സ്പൈഡർമാൻ. എന്താ ചേച്ചി, എന്തിന്റെ കാര്യം? എന്താണ്? എടി, ശാസ്ത്രം പഴച്ച് സൂപ്പർ ഹീറോസ് തോറ്റ്. ഹലോ, അല്ലയാവോ? ഓക്കെ, സൂപ്പർ വിമനും സ്പൈഡർ ഗേളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല രസമുണ്ടല്ലോ മേക്കപ്പ് ഒക്കെ ഇട്ടേക്കുന്നേ. ഫുള്ള് ചെലന്തി ആക്കി വെച്ചു. ചിലത് ഇഷ്ടല്ല, ആക്കി പേടിയാണ്. പേടിയാണ് തന്നെ വേണം. ചെലന്തി മാപ്പിള കിട്ടി. ഇഷ്ടപ്പെട്ട സൂപ്പർ ക്യാരക്ടർ ഏതാ അപ്പം? എനിക്ക് അയൺമാൻ. അയൺമാൻ. വേറെയാ റൂട്ട്. മക്കളെ രണ്ടുപേരുടെ പേരെന്ന് പറഞ്ഞേ. അമ്മയ വൈകാലക്ഷ്മി. എവിടെയാ സ്ഥലം? എവിടെയാ? കോഴിക്കോട്. രണ്ടുപേരും. കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. എത്രാം ക്ലാസ്സിലൊക്കെയാ പഠിക്കുന്നത്? ഞാൻ 9ല്. ഞാൻ 7th. ഓ ശരി. അമ്മേനെ എനിക്ക് തോന്നുന്നു ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ കുറെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹം തന്നെയാണോ ഇദ്ദേഹം? ഞാൻ കമന്റ് വരെ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അമ്മയെ ഭയങ്കര എക്സ്പ്രഷൻ അല്ലേ? ചെറുതായിട്ടൊക്കെ. അങ്ങനെയൊന്നും എന്താ അറിയോ, ഇൻസ്റ്റഗ്രാമിൽ കാണുന്നില്ലല്ലോ, അതെനിക്ക് പെട്ടെന്ന് മനസ്സിലായി. പേര് വന്നപ്പോഴും എനിക്ക് ഡൗട്ട്, ഇനി ആള് തന്നെയാണോ ഈ ആളെന്നുള്ളത്. അമ്മയാത്തുമ്പി അല്ലെ? അമ്മയാ തുമ്പി. താങ്കളുടെ കഴിവുകൾ കേൾക്കട്ടെ. ഞാൻ ഡാൻസിങ് ആണ്, പിന്നെ ആക്ടിങ്ങും ഡാൻസിങ്ങും.
ശരി ഭാഗ്യം ആങ്കറിങ് കിട്ടില്ലല്ലോ. ശരി അപ്പൊ നമുക്ക് ഡാൻസ് ഒന്ന് കാണാൻ പറ്റൂ? അതെ ഓക്കെ. എന്ത് ഡാൻസ് ചെയ്യുന്നത്? ഭരതനാട്യം, ക്ലാസിക്കൽ, അങ്ങനെയാണോ? വെസ്റ്റേൺ ആണ്. ഓക്കെ. പിന്നെ സ്പൈഡർ വുമൻ ഇങ്ങനത്തെ എന്തെങ്കിലും ഡാൻസ് ഉണ്ടോ? ചെയ്യാറുണ്ടോ? അതാണ് സ്പിരിറ്റ്. അവളോടൊപ്പം ചെയ്യാന്നുള്ളതാണ്. അപ്പൊ എന്തായാലും നമ്മളിവിടെ വിഷ്വലി കാണാൻ പോകുന്നത് സൂപ്പർ വിമന്റെയും സ്പൈഡർ വിമന്റെയും കൂടെ ഡാൻസ്. സൂപ്പർ ഡാൻസ്. ഉല്ലാസഗായികേ നിന്നായകനീ ഞാനേ എൻ കിന്നര വീണയിലീണം മീട്ടാൻ വന്നണയു വേഗം ഉന്മാദായിനി നിന്നീല കണ്ണാൽ നീ എൻ സങ്കൽപ്പത്തിൻ തങ്ക കോവിൽ തള്ളി തുറന്നോ നല്ല മാമൂവിൻ പോലും കവിളല്ലിയിൽ എന്റെ പ്രണയത്തിൻ സമ്മാനം തൊടുവിക്കും ഞാൻ അണി പുലർമഞ്ഞു പൊതിയുന്ന ഇനിയുള്ള ജന്മങ്ങൾ പാറാവു ഞാൻ ഉല്ലാസഗായികേ നിന്നായകനീ ഞാനേ എൻ കിന്നര വീണയിലീണം വീട്ടാൻ വന്നടയു വേഗം ഉന്മാദായിനി നിന്നീല കണ്ണാൽ നീ എൻ സങ്കൽപ്പത്തിൻ തങ്ക കോവിൽ തള്ളി തുറന്നോ പൊളിച്ചു. എന്നെ എനർജി, നല്ല എനർജിയാണ്. എന്ത് വേണം ചോദിച്ചാൽ സൂപ്പർ മാർക്കറ്റാ, എല്ലാ ഐറ്റം ഉണ്ട്. എന്ത് വേണമെങ്കിലും അതാ പറഞ്ഞത്. എല്ലാ ഐറ്റം എല്ലാം സൂപ്പറാ. പാക്ഡ്, ഫുൾ പാക്ഡ്. അടിപൊളി. ഇപ്പൊ ഇവിടെ വന്നിട്ടാണോ നിങ്ങൾ കാണുന്നത്? ആണോ? ഓ അത് ശരി. അപ്പൊ ഈ ഡാൻസ് ഒക്കെ എങ്ങനെ പഠിച്ചു? ഞങ്ങൾ കുറച്ചു മുമ്പ് പഠിച്ചത്. സൂപ്പർ സൂപ്പർ. ഇതിനു മുമ്പ് ഞങ്ങൾ ഈ സൂപ്പർമാനെ സ്പൈഡർമാനൊക്കെ കണ്ടിട്ടല്ലേ ഉള്ളൂ. അവരുടെ സ്കിറ്റ് കണ്ട് ബോറടിച്ചിരിക്കുവായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് അവർക്ക് ഭാര്യമാരുണ്ടെന്നും ഭാര്യമാർക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെന്നും അത് ഭയങ്കര രസമായിട്ട് നിങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. ഭാര്യമാർക്ക് ഇങ്ങനെയാണ് അവരുടെ കോസ്റ്റ്യൂം എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അതൊരു കണ്ടെത്തലും നടത്തിയത്. അല്ല അത് കൊള്ളാം. സൂപ്പർ വുമൺ. പക്ഷെ സ്കേർട്ടൊക്കെ ഇട്ട് പറക്കാൻ പറ്റുമോ? പക്ഷേ അത് എന്റെ ഭർത്താവിനെ പറ്റൂ. ഭർത്താവിനെ അവരെ പറപ്പിച്ചിട്ടാണോ ഹോസ്പിറ്റൽ വരെ എത്തിയിരിക്കും. അതുകൂടെ ആലോചിക്കണം. എന്തായാലും ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. ഇനിയും നിങ്ങൾ ഞങ്ങളോടൊപ്പം പെർഫോമൻസുമായിട്ട് തിരിച്ചു വരും എന്നറിയാം. കാരണം നിങ്ങളൊക്കെ ഞങ്ങളുടെ ഫാമിലിയായി മാറി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം വീണ്ടും കണ്ടേയിരിക്കണം. നമ്മുടെ എപ്പിസോഡ് ഗംഭീര എപ്പിസോഡായിരുന്നു. വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ചെറിയ സർപ്രൈസും കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ തരാൻ പോവുകയാണ്. ഇനി പോപ്പുലേഷൻ ആണോ? പോപ്പുലേഷൻ ബന്ധപ്പെട്ടിട്ടല്ല, പക്ഷെ ഇത് ആട് ജീവിതമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് വരാൻ പോകുന്നത്. അല്ല, പിന്നെ ആളെ ആരും എക്സ്പെക്ട് ചെയ്യാത്ത ഒരാളാണ്. വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം നിർമ്മല മാം. വെൽക്കം നിർമ്മല മാം കോമഡി മാസ്റ്റേഴ്സിന്റെ ഈ വേദിയിലേക്ക്. ഒരുപാട് സന്തോഷത്തോടെ. അയ്യോ എനിക്ക് പിടുത്തം കിട്ടിയിട്ടില്ല. ഹലോ നമസ്കാരം. നമസ്കാരം. അപ്പൊ നിർമ്മല മാം ആണ് ഇന്ന് നമ്മളോടൊപ്പം ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. ആട് ജീവിതത്തിനെ പറ്റി സംസാരിക്കാൻ വേണ്ടിയാണ്. ആട് ജീവിതത്തിലുണ്ടോ? അഭിനയിച്ചിട്ടുണ്ടോ? എന്റെ ജീവിതമേ ആട് ജീവിതമാണ്. ഞാൻ ആടുകളുടെ കൂടെയാണ്. ആ സിനിമയില് ഒരു കഥാപാത്രമായിട്ട്. ഏത് സിനിമ? ആട് ജീവിതം. അങ്ങനൊരു സിനിമയുണ്ടോ? പേര് നിർമ്മല. ആ നിർമ്മല എന്നോട് ആട് ജീവിതത്തിനെ പറ്റി സംസാരിക്കാനുണ്ട് ആധികാരികമായിട്ടെന്ന്. അയ്യോ ഞാൻ യുവ സംരംഭക. പോയി അതാ ഒരു മിനിറ്റ് ബോധം പോയി. അല്ല എനിക്ക് വീണ്ടും തെറ്റ് പറ്റിയല്ലോ ചേച്ചി. എന്റെ കുഞ്ഞെ ഞാന് ചെറുപ്പത്തില് എന്റെ പഠിത്തമൊക്കെ നിർത്തിയിട്ട് ഞാൻ കുറെ ആടുകളെയൊക്കെ വളർത്തി അങ്ങനെ ഞാൻ കോടികൾ സമ്പാദിച്ച ഒരു സംരംഭകയാണ് ഞാൻ. സംസാരിക്കാനാണ് വന്നത്. ജലീന, ദേവിചന്ദന, ചേട്ടാ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ നിങ്ങളൊക്കെ അഭിനയിക്കുന്ന ആൾക്കാരും ഒക്കെ അല്ലേ? നിങ്ങൾക്ക് ഈ അഭിനയമൊക്കെ എന്നും അങ്ങ് നിക്കണോന്നൊന്നും ഇല്ലല്ലോ. സ്വാഭാവികമായിട്ട് അങ്ങ് ഒഴുകി അങ്ങ് പോകും. ആ കൂട്ടത്തില് നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ 10 പൈസ സമ്പാദിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ട്രിക്കുകളൊക്കെ ഞാൻ പറഞ്ഞു തരാം. ശരി.
ചേച്ചി ഇങ്ങനെ ആടുകളെ വളർത്തുന്നുണ്ട്. ഞാൻ ആടുകളെ വളർത്തുന്നുണ്ട്, അല്ലാതെ ആട് എന്നെ വളർത്തത്തില്ലല്ലോ. സൂപ്പറാണ്. അപ്പൊ ശരിക്കും മൊത്തത്തിൽ എത്ര ആടുകളുണ്ട്? നിങ്ങൾ കറുത്ത ആടിനെയാണോ ഉദ്ദേശിക്കുന്നത് അതോ വെളുത്ത ആടിനെയാണോ? ഓ അങ്ങനെ രണ്ടെണ്ണം ഉണ്ടോ? അങ്ങനെ കറുത്ത ആടുകള് വെളുത്ത ആട്, ഓ അങ്ങനെയൊക്കെ. എന്നാ കറുത്ത ആട് എത്രയുണ്ട്? കറുത്ത ആട് 100 ഉണ്ട്. അപ്പൊ വെളുത്ത ആട്? വെളുത്ത ആട് 100 ഉണ്ട്. പിന്നെ 200 പറഞ്ഞാ പോരെ? അല്ല, ഞാൻ എല്ലാ കാര്യവും അത് വ്യക്തമായിട്ട് തന്നെ പറയും, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവും. നാളെ ഒരു ചോദ്യം എന്റെ നേരെ വരാൻ പാടില്ല. നല്ല കാര്യം. അല്ല ശരിക്കും എത്ര ലിറ്റർ പാല് കിട്ടും ആടിന്? കുട്ടി ഉദ്ദേശിക്കുന്നത് വെളുത്ത ആടിന്റെ കാര്യമാണോ അതോ കറുത്ത ആടിന്റെ കാര്യമാണോ? ശരി, വെളുത്ത ആടിന് എത്ര ലിറ്റർ പാല് കിട്ടും? വെളുത്ത ആടിന് സൂക്ഷം 50 ലിറ്റർ പാല് കിട്ടും. അപ്പൊ കറുത്ത ആടിനോ? കറുത്ത ആടിന് സൂക്ഷം 50 ലിറ്റർ പാല് കിട്ടും. അപ്പൊ ഇത് ഒറ്റയടിക്ക് പറഞ്ഞാ പോരെ? ഞാൻ ഇവരോട് രണ്ടുപേരോടും പറഞ്ഞപ്പോ കുഞ്ഞിന് ചെവി കേൾക്കാറുന്നല്ലോ. ഞാൻ എന്ത് കാര്യം പറഞ്ഞാലും അത് വ്യക്തമായിട്ട് പറയൂ. ശരി ശരി, മനസ്സിലായി. നല്ല കാര്യമാണ് ചേച്ചി. കാരണം ഈ 200 ആടുകൾ എന്ന് പറയുമ്പോൾ അത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല. അതിന്റെ മെയിൻ്റെനൻസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ എങ്ങനെയാണ് ചേച്ചി, ഇത് ഫാമിലാണോ അതോ വീടിന്റെ ഇവിടെ എങ്ങനെ വീട്ടില് തന്നെയാണോ? മോള് കറുത്ത ആടിന്റെ കാര്യമാണോ ഉദ്ദേശിക്കുന്നത് അതോ വെളുത്ത ആടിന്റെ കാര്യമാണോ ഉദ്ദേശിക്കുന്നത്? ഒന്നുമില്ല. ശരി, കറുത്ത ആടുകൾ എവിടെയാ? കറുത്ത ആടുകള് ഞാനൊരു നല്ല ഫാമിലാക്കിയിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ കറുത്ത ആടുകൾ ഫാമിലായിരിക്കും, വെളുത്ത ആടുകൾ വീട്ടിലായിരിക്കും. അല്ല, വെളുത്ത ആടുകളെ ഞാൻ അതിനോടൊപ്പം തന്നെ ഫാമിലാക്കിയിരിക്കും. എന്നാ പിന്നെ ഫാമെന്നങ്ങ് പറയുന്നതല്ലേ നല്ലത്. ഞാൻ ആദ്യമേ പറഞ്ഞത് കേട്ടില്ലേ നിങ്ങൾ? എന്താണ് ആദ്യം പറഞ്ഞത്? എന്ത് പറഞ്ഞാലും വ്യക്തം. എന്തിനാ ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇവിടെ ആടിന്റെ കാര്യം നമ്മളെല്ലാരും കോമൺ ആയിട്ടല്ല, പശുവിന്റെ പട്ടിയുടെ കാര്യം അല്ലല്ലോ ചോദിക്കുന്നത്. ആടിന്റെ കാര്യം നിങ്ങൾ 200 ആടുണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം ഓരോ കാര്യം ചോദിക്കുമ്പോൾ നിങ്ങൾ കറുത്തതിനാണെങ്കിലും വെളുത്തതിനാണെങ്കിലും ഒരേ ക്വാണ്ടിറ്റി ഒരേ ക്വാളിറ്റി. കൊച്ചിന്റെ പേരെന്ത്? നേരത്തെ വിളിച്ചായിരുന്നല്ലോ, അപ്പൊ മറന്നുപോയോ? ഞാൻ കേൾക്കാൻ ഇതില്ല. എന്റെ പേരൊന്നും പേരെന്ത്? എലീന മോളെ എന്നെ വിളിച്ചായിരുന്നു നേരത്തെ. വിളിച്ചായിരുന്നോ? വിളിച്ചെങ്കിൽ ഞാനങ്ങ് മറന്ന് പോയി. എന്താ എനിക്ക് പറയാൻ സൗകര്യമില്ല. ഈ പെൺകൊച്ച് പറയുന്നോളൊന്നുമല്ല, ഇവിടെ ഞാൻ വലിഞ്ഞു കയറി വന്നോളൊന്നും അല്ലല്ലോ. എന്നെ നിങ്ങൾ വിളിച്ചു വരുത്തിയതല്ലേ? നിന്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞോ എന്നെ ഇങ്ങോട്ട് കൊണ്ടുപോയോ, എന്നെ ഇങ്ങോട്ട് കൊണ്ടുപോയോ, എനിക്കിങ്ങോട്ട് വരണേ, എനിക്കിങ്ങോട്ട് വരണേന്ന് പറഞ്ഞ് വന്നവളാണോ ഞാൻ? എന്നെ തെറ്റിദ്ധരിപ്പിച്ച നിങ്ങളല്ലേ? അതോ നിങ്ങളെ പിടിച്ചെടുത്തിട്ട് അയ്യോ നിങ്ങളെ പോവല്ലേ, അയ്യോ നിങ്ങളെ പോവല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടോ ഞാൻ? നിങ്ങൾക്ക് ഇഷ്ടമുള്ളെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റ് അങ്ങ് പോ. പക്ഷെ അങ്ങനെ പറയല്ലേ ചേച്ചി? ഒരു കൾച്ചർ ഇല്ലാതെ ലീഡിയായി പോയി. അങ്ങനെ പറയല്ലേ കേട്ടോ, അങ്ങനെ പറയല്ലേ. അല്ല പോട്ടെ സാരല്ല. അല്ല അപ്പം വേറൊക്കെ ചേച്ചി നല്ല കാര്യമാണ്, നല്ലൊരു സംരംഭകയാണ്, കുറെ ആടുകളെ വളർത്തുന്നു, പാല് എടുക്കുന്നു, അതിന്റെ നല്ല ഒരു ബിസിനസ് വുമൺ ആണ്. പക്ഷെ ഇതല്ലാതെ വേറെ എന്തെങ്കിലും കഴിവുകളുണ്ടോ കലാപരമായിട്ട്? വല്ലഭയല്ലേ? ആണോ? പിന്നെ എന്തൊക്കെ കഴിവുള്ളത്? ഞാൻ പാട്ട് പാടും, ഞാൻ ഡാൻസ് കളിക്കും, ഓരോ നിവർത്തിയില്ലെങ്കിൽ ഞാൻ മിമിക്രിയും കാണിക്കും. അത്ര മോശമാണ് മിമിക്രി. അങ്ങനെയാണെങ്കിൽ നമുക്ക് പാട്ടൊന്ന് കേട്ടാലോ? ഒരു പാട്ട്. അതൊക്കെ പാട്ടെന്ന് പറയുമ്പോ മലയാളം പാട്ട് വേണോ തമിഴ് പാട്ട് വേണോ? മലയാളം പാട്ടായി. മലയാളം മതി. മലയാളം എന്ന് പറയുമ്പോ അടിച്ചുപൊളി പാട്ട് വേണോ അതോ നമ്മുടെ മെലഡി പാട്ടുകൾ വേണോ? അടിച്ചുപൊളി ആണെങ്കിൽ പിന്നെ പാട്ട് വേണ്ടല്ലോ, ഡാൻസ് അങ്ങ് ചെയ്താ പോരെ. ഡാൻസ് ചെയ്യാം. പക്ഷെ അത് ക്ലാസിക്കൽ വേണോ വെസ്റ്റേൺ വേണോ? ക്ലാസിക്കൽ എന്ന് പറയുമ്പോ ഇങ്ങനെ പോവും, വെസ്റ്റേൺ എന്ന് പറയുമ്പോ ഇങ്ങനെ വരും. ഏത് വേണോ? എന്റെ പൊന്ന് ചേച്ചി എന്തെങ്കിലും കാണിച്ചിട്ട് പോകും. അങ്ങനെ പറയരുത്. ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് എനിക്കിങ്ങോട്ട് വരണേന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എന്നെ വിളിച്ചു. ഒരു കാര്യം പറഞ്ഞു ചേച്ചി, വന്നപ്പോ തൊട്ട് ഇങ്ങനെ ഓപ്ഷൻസ് പറയുന്നല്ലാതെ ഒന്നും ചെയ്യുന്നില്ല. എന്തെങ്കിലും ഒന്ന് ചെയ്യും, എന്നാലും ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു സകലകലാ വല്ലഭയാന്ന് പറഞ്ഞല്ലോ. എനിക്ക് പാട്ട് പാടാൻ തോന്നുമ്പോ അപ്പം ഞാൻ ഡാൻസ് കളിക്കും. ഡാൻസ് കളിക്കാൻ അങ്ങോട്ട് 2 സ്റ്റെപ്പ് എടുക്കുമ്പോ അപ്പം ഞാൻ മിമിക്രി പറയും. എനിക്ക് എന്താ ചെയ്യാ? എനിക്ക് എല്ലാം കൂടെ പഠിച്ചിട്ടേ എനിക്ക് എന്താ ചെയ്യാ? നിങ്ങളുടെ പ്രശ്നം എന്താ? എനിക്ക് എന്താ പ്രശ്നം എനിക്ക് തന്നെ അറിയത്തില്ല. എനിക്ക് എന്താ പ്രശ്നം? ഞാനൊരു കാര്യം പറയട്ടെ, ഈ അവസരത്തിൽ പറയാൻ പറ്റുന്നതാണെന്ന് പറഞ്ഞു നിങ്ങൾക്ക് പോയി ചത്തൂടെ? അതിപ്പോ എല്ലാരും ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതുപോലെ പരിപാടിക്ക് എവിടെ ചെന്നാലും ആൾക്കാർ ചോദിക്കും നിങ്ങൾക്ക് പോയി ചത്തൂടെ? നല്ല തീരുമാനമാണ്. ഞാൻ പിന്നെ പോട്ടെ. അല്ല ഞാൻ കാര്യം ചോദിക്കട്ടെ കുഞ്ഞെ, നിങ്ങൾ ചാമാൻ പറഞ്ഞല്ലോ, അതിപ്പോ തൂങ്ങി ചാവണോ അതോ വിഷം ഒടിച്ച് ചാവണോ? എന്റെ തെറ്റ്, എന്റെ പിഴ, എന്റെ വലിയ പിഴ. നിങ്ങളെ ഇവിടെ വിളിച്ചു വരുത്തിയത്. ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത് പിന്നല്ലാണ്ട് ഇത് വിളിച്ചു വരുത്തിയിട്ട് എന്റെ അടുത്ത് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ പറയുകയും ചെയ്യും. നിങ്ങൾക്ക് ചാവാൻ പോയി പറയുമ്പോൾ നിങ്ങൾക്ക് അതിലും കൺഫ്യൂഷൻ, അതിലും നിങ്ങൾക്ക് ഓപ്ഷൻസ്. നിങ്ങൾ ആരാന്ന് എനിക്ക് മനസ്സിലാവും. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇങ്ങ് വന്നേ. തീ എന്താണെന്നറിയോ? അറിയോ? ഫയർ അല്ലേ? ഫയർ. തീ പൊരിയുണ്ട്, തീയും ഉണ്ട്. കാണണോ? കാണണം. ഞങ്ങളുടെ തീപ്പൊരിയും തീയും ഒന്ന് കാണിച്ചേ.
എനിക്ക് പോകരുത്. കമ്മലെടുത്തോണ്ടോ കമ്മലെടുത്തോണ്ടോ ഇവിടെ ഒരു സാധനം വീഴാൻ പാടില്ല. ഓപ്ഷൻസ് കമ്മലെടുത്തോണ്ട് ഓടിക്കാൻ തീ വേണോ തീപ്പൊരി വേണോ ഇപ്പൊ പറഞ്ഞോ. ഇനി എനിക്ക് ഒരു സെക്കൻഡ് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. ഞാൻ മൈൻഡപ്പ് ചെയ്ത് പോവാണ്. വേറൊന്നും പറയാനില്ല. എന്റെ അബദ്ധമാണ് ഞാൻ വിളിച്ചു വരുത്തിയതെന്ന് എനിക്കറിയാം. വീണ്ടും തോൽവികളുമായിട്ട് ഞാൻ അടുത്ത ദിവസം വരും. ബൈ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.